ഈ ഒരു അവസ്ഥയിലേക്ക് ഇത് വരുന്നുണ്ട്. ഇതെല്ലാം കണ്ടുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ സമൂഹമായ അമേരിക്കൻ കോൺഗ്രസ് അവരുടെ പാർലമെന്റ് ഈ ഡിജിറ്റൽ കാലഘട്ടത്തിനെ മുന്നിട്ട് കണ്ടുകൊണ്ട് 2000-കളിൽ ഡിജിറ്റൽ മില്ലേനിയം ആക്ട് വെച്ചിട്ട് അതിന്റെ ഗുണഭോക്താക്കളാണ് നാം പോലും ഇപ്പോൾ. ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ ഫേസ്ബുക്ക്, യൂട്യൂബ് ഇവയൊക്കെ ഈ സാഗൂതം യാത്ര തുടർന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ പ്രൈവസി ഇൻഫ്രിഞ്ച്മെന്റ് ഒരു പരിധി വരെയെങ്കിലും തടഞ്ഞു നിർത്തിയത് അമേരിക്കൻ കോൺഗ്രസിന്റെ ദീർഘവീക്ഷണത്തിന്റെ ഫലമാണ്. ഹിന്ദുവിന്റെ റിപ്പോർട്ട് പ്രകാരം തമിഴ്നാട്ടിലെ ഈ ചെറിയ നെയ്ത്തു ജോലികൾ ചെയ്യുന്ന, തുന്നൽ വർക്കുകളൊക്കെ ചെയ്യുന്ന, തുണിത്തരങ്ങളൊക്കെ ചെയ്യുന്നത് തലയിലെ ഒരു പ്രത്യേക മാസ്ക് വെച്ച് അല്ലെങ്കിൽ ഹെൽമെറ്റ് വെച്ച് അതിലൊരു ക്യാമറ ഘടിപ്പിച്ച് അവരുടെ കൈകളുടെ മൂവ്മെന്റുകൾ പോലും ഒപ്പിയെടുക്കുന്ന രീതിയിൽ അവരുടെ എംപ്ലോയർ, ആ സംരംഭകർ ഇത് ഒപ്പിയെടുത്ത് കസ്റ്റമൈസ് ചെയ്തിട്ട് ഹ്യൂമനോയിഡ്സിനെ പഠിപ്പിച്ചു കൊടുക്കുക. നേരത്തെ പാനലിലുള്ളവർ സൂചിപ്പിച്ചതുപോലെ ഒരു പക്ഷേ സ്റ്റാറ്റിക് ആയിട്ട് ജോലി ചെയ്യാതെ മാറി മാറി പോകുന്ന ഈ 10,000-15,000 രൂപയ്ക്കൊക്കെ ജോലി ചെയ്യുന്ന ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രികൾ, അത്തരം ഇൻഡസ്ട്രികളിലുള്ളവരെ, സ്റ്റാറ്റിക്കായി എംപ്ലോയി കിട്ടാത്തവരെ ഹ്യൂമനോയിഡ്സിനെ പഠിപ്പിച്ചിട്ട് അത് സബ്സ്റ്റിറ്റ്യൂഷൻ വരുന്ന ഒരു കാലഘട്ടം വരുന്നത് തീർച്ചയായിട്ടും എംപ്ലോയ്മെന്റിനെ ബാധിക്കുമെന്ന് തന്നെ പറയാം. എന്നാൽ ഇപ്പോൾ ലീഗൽ ഫീൽഡിൽ നടക്കുന്നത് ഒരു പരിധിവരെ ട്രാൻസ്പാരൻസി എത്താത്ത, ജനങ്ങൾക്ക് ഹൃദയം കൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ, എൻ്റെ വക്കീൽ എന്ത് കേസാണ് വാദിക്കുന്നത്, എന്ത് ഡോക്യുമെൻ്റാണ് ഇന്ന് ഫയൽ ചെയ്തത്, അതൊക്കെ മനസ്സിലാക്കാവുന്ന രീതിയിൽ ഒരു പക്ഷേ ചീഫ് ജസ്റ്റിസ് ചന്ദ്രചൂഡിൻ്റെ കാലഘട്ടം തൊട്ട് വലിയ രീതിയിൽ മറ്റ് സംസ്ഥാനങ്ങളിലെ ചീഫ് ജസ്റ്റിസുമാരെയും എല്ലാം സഹായിച്ച് ഇന്ന് വലിയൊരു IT മിഷൻ്റെ കീഴിൽ ഡിജിറ്റൽ IT സെക്ഷനിലെ കോർട്സ് സംവിധാനത്തിൽ കൂടി അന്നന്ന് കേസുകളുടെ കാര്യങ്ങളും അതിൻ്റെ കാര്യങ്ങളൊക്കെ വിരൽത്തുമ്പിലേക്ക് എത്തുന്നത് AI സഹായത്തോടെ ഒരു പടി കൂടി കടന്ന് എത്താവുന്ന സഹായിക്കാം. പക്ഷെ അതിൻ്റെ അപ്പുറത്ത് നമ്മുടെ ഫയൽ കെട്ടുകളൊക്കെ പിടിച്ചു പോയിരുന്ന പഴയ ക്ലർക്കുമാര്, കുട്ടപ്പൻ ചേട്ടനും ബാബു ചേട്ടനും ഒക്കെ ഇന്ന് ആ ഫീൽഡിൽ നിന്ന് മാറി നിന്ന് ഒരുപക്ഷെ തൂണിന്റെ മറ പറ്റി കരയുന്ന രംഗം നമ്മൾ ഇന്ന് കാണുകയാണ്. അവിടെ ഒരുപക്ഷെ ജൂനിയർ അഭിഭാഷകരെ തന്നെ ക്ലർക്കുമാരുടെ ജോലി പോലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന, ഫയലിംഗ് ചെയ്യുന്ന രീതിയിലേക്ക് പോകുമ്പോൾ, നാളെ അത് ഹ്യൂമനോയിഡുകൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ഒരു സമയം വരുമ്പോൾ ഒരുപക്ഷെ EMSന്റെ ചിന്തകളെ വളച്ചൊടിച്ചതാണെന്ന് പറഞ്ഞ CITUവിന്റെ സഖാവിന്റെ വാചകങ്ങളെ പോലും കടമെടുത്ത് നോക്കുമ്പോൾ ഒരു പ്രതിരോധ സംവിധാനം വരേണ്ടത് തന്നെയാണ്. അപ്പൊ നമുക്കിതിനെ ടേക്കൻ ഫോർ ഗ്രാൻഡഡ് ആയിട്ട് വരാൻ പറ്റില്ല. അതിനെ ഇന്ത്യയിലെ ഒരു കൃത്യമായ നിയമ സംവിധാനം ഒരുപക്ഷെ ചെയ്തതുപോലെ വരുമായിരിക്കും. പ്ലസ് ഈ പ്രൈവസി, രാത്രി സമയത്ത് ഡിപ്രഷൻ മാറ്റാൻ വേണ്ടി ഓപ്പോസിറ്റ് ചാറ്റ് ചെയ്യുന്നത് ഒരു മെയിലാണോ ഫീമെയിലാണോ, ഏത് ജെൻഡറാണ്, ഏത് സെക്സ് ആണ്, അല്ലെങ്കിൽ എന്താണ് അവരുടെ ആവശ്യം, ഒരു മീറ്റപ്പ് സാധ്യമാണോ, സെക്സ് ഇഷ്യൂ ഉണ്ടോ, അല്ല ഇതിന്റെ പാരലലായിട്ട് ഒരുപാട് ക്രിമിനൽ വിഷയങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. ഒരു മീറ്റപ്പ് ചെയ്യാൻ പോകുന്ന ആള് ഒരു ഹ്യൂമനോയിഡ് ആണ് എന്ന് മനസ്സിലാക്കുന്ന ഘട്ടത്തിൽ ഒരു മനുഷ്യനുണ്ടാകുന്ന ഒരു പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പണത്തിന്റെ തട്ടിപ്പുകൾ, കാരണം അത്തരം വിഷയങ്ങളെയൊക്കെ അഡ്രസ്സ് ചെയ്യുമ്പോൾ അതിനെയൊക്കെ ഒരു കെർബ് ചെയ്യുന്ന രീതിയിൽ നമ്മുടെ നിയമ സംവിധാനങ്ങൾ വളരേണ്ടത് AI കാലഘട്ടം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.